മേഘീർമേധുരമംബരം വനഭുവശ്യാമാ തമാലദ്രുമൈ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ആചാര്യ ശ്രീകാന്ത് മിശ്രയുടെ കാർമ്മികത്വത്തിൽ കാശി വിശ്വനാഥ പൂജ. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി സന്തോഷ് തിവാരിജിയുടെ കാർമ്മികത്വത്തിൽ ശ്രീരാമ പൂജ. ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മഹാശ്രീചക്ര പൂജ. 12ഓളം തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ വിവിധ മഹാപൂജകൾ. സമാനതകളില്ലാത്ത ചടങ്ങുകൾ. 3 ദിവസങ്ങളിലായി നടന്ന പൂജകളിൽ പങ്കെടുത്തത് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ. നന്ദനിദേശത ചരിതയോ പ്രത്യധ്വകുഞ്ചദ്രുമം രാധാമാധവയോ ജയന്തി യമുനാ. കണ്ണപുരം മാണിക്യം കുടുംബത്തിലെ പൊയിൽ കാർത്യായനിയമ്മയുടെ 3ാം ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് കേരളത്തിൽ തന്നെ ആദ്യമായി കാശിയിലെയും അയോധ്യയിലെയും മുഖ്യ പൂജാരിമാരുടെ കാർമ്മികത്വത്തിൽ മഹാപൂജകൾ നടന്നത്. മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, മഹാചണ്ഡികാ ഹോമം, വേദജപം, കാശി വിശ്വനാഥ പൂജ, ശ്രീരാമപൂജ, സുദർശന ഹോമം, തിരുപ്പതി അർച്ചക സ്വാമിമാരുടെ നേതൃത്വത്തിൽ കല്യാണ ഉത്സവം, മഹാശ്രീചക്ര പൂജ, വിഷ്ണു സഹസ്രനാമ ജപം, സോപാന സംഗീതം, ഭരതനാട്യം, ലളിതാ സഹസ്രനാമ ജപം, സംഗീതാർച്ചന എന്നിവയാണ് ആദ്യ 2 ദിവസങ്ങളിൽ നടന്നത്. 2 ദിവസങ്ങളിലും ഗംഗാ ആരതിയും നടന്നു. 3ാം ദിനം 12 തന്ത്രിമാരുടെയും ആചാര്യന്മാരുടെയും കാർമ്മികത്വത്തിൽ ഒരേ സമയം നവഗ്രഹ പൂജ, ഗുരുവായൂരപ്പൻ പൂജ, ചോറ്റാനിക്കര പൂജ, ബദരീശ പൂജ, ശ്രീരാമ പൂജ, രാജരാജേശ്വര പൂജ, പത്മനാഭസ്വാമി പൂജ, അയ്യപ്പ പൂജ, മൂകാംബികാ ദേവി പൂജ, കാശി വിശ്വനാഥ പൂജ, വെങ്കിടാചലപതി പൂജ, ചെറുകുന്നിലമ്മ പൂജ എന്നിവ നടന്നു. മഹാപൂജകളോടൊപ്പം യതിപൂജയും നടന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. മാതൃസ്നേഹം ഒരിക്കലും മായില്ല. കണ്ണപുരം മാണിക്യം കുടുംബത്തിലെ പൊയിൽ കാർത്യായനിയമ്മയുടെ 3ാം ശ്രാദ്ധ ദിനത്തിൽ നടത്തിയ ചടങ്ങുകൾ അമ്മയുടെ സ്നേഹത്തിനും ഓർമ്മകൾക്കും മക്കൾ എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ്. അമ്മയുടെ ആത്മശാന്തിക്കായി മക്കൾ നടത്തിയ ആത്മസമർപ്പണം. 3 ദിവസങ്ങളിലായി പ്രൗഢഗംഭീരവും അവിസ്മരണീയവുമായ ചടങ്ങുകൾ. ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഗണപതി ഹോമത്തിന് ശേഷമാണ് മഹാമൃത്യുഞ്ജയ ഹോമം തുടങ്ങിയത്. മൃത്യുഞ്ജയ ഹോമത്തിന് ശേഷമാണ് മഹാചണ്ഡികാ ഹോമം തുടങ്ങിയത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ അർച്ചകരുടെ നേതൃത്വത്തിലാണ് മഹാചണ്ഡികാ ഹോമം നടന്നത്. ഭുവനൈക മാതാവായ ശ്രീ ചണ്ഡികാ ദേവിയുടെ ഇഷ്ടപൂജയാണ് മഹാചണ്ഡികാ ഹോമം. ജഗദീശ ഹരേ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ. അതിബൃഹത്തായ ദേവീ മഹാത്മ്യത്തിലെ 700 മന്ത്രങ്ങൾ പാരായണം ചെയ്ത് നടത്തിയ അതിവിശിഷ്ടമായ ഹോമമാണ് ചണ്ഡികാ ഹോമം. സുവാസിനി പൂജയും കന്യകാ പൂജയും നടന്നു. ഉച്ചയോടെയാണ് ചണ്ഡികാ ഹോമം സമാപിച്ചത്. പൊയിൽ കാർത്യായനിയമ്മയുടെ മൂത്ത മകൻ മുരളീധരൻ നമ്പ്യാരും ഭാര്യയും ചണ്ഡികാ ഹോമത്തിൻ്റെ യജമാന സ്ഥാനം അലങ്കരിച്ചു. ഹരേ കൃഷ്ണ ഭവതീഷ്ട
പൃഷ്ഠേ വൈകുന്നേരം കാശി വിശ്വനാഥ പൂജ നടന്നു. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന മഹത്തായ പൂജയാണ് കാശി വിശ്വനാഥ പൂജ. രുദ്രാഭിഷേക പൂജയോടെയാണ് ചടങ്ങ് നടന്നത്. പഞ്ചാമൃതം, പാൽ, പഴം, താമരപ്പൂവ്, ചന്ദനം, ചന്ദന തൈലം, ഭസ്മം, സിന്ദൂരം, കർപ്പൂരം, മുന്തിരി തുടങ്ങിയ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാണ് അഭിഷേക പൂജ നടന്നത്. ധരണി ധരണ കിണക്ര ഗരീഷ്ടേ കേശവാധൃത കച്ഛപരൂപ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ശ്രീകാന്ത് മിശ്രയുടെ കാർമ്മികത്വത്തിൽ 5 ആചാര്യന്മാർ ചേർന്നാണ് കാശി വിശ്വനാഥ പൂജ നടത്തിയത്. ശ്രീകാന്ത് മിശ്രയുടെ കാർമ്മികത്വത്തിൽ കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ പൂജ. പൊയിൽ കാർത്യായനിയമ്മയുടെ മകൻ രമേശ് നമ്പ്യാരും ഭാര്യയും കാശി വിശ്വനാഥ പൂജയുടെ യജമാന സ്ഥാനം അലങ്കരിച്ചു. വസതി ദശന ശിഖരേ ഹരേ കൃഷ്ണ ധരണി തവ ലഗ്ന. വസതി ദശന ശിഖരേ ഹരേ കൃഷ്ണ ധരണി തവ ലഗ്ന. കാശി വിശ്വനാഥ പൂജയ്ക്ക് ശേഷം ശ്രീരാമ പൂജ നടന്നു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി സന്തോഷ് തിവാരിജിയുടെ കാർമ്മികത്വത്തിലാണ് പൂജ നടന്നത്. അമ്പും വില്ലുമേന്തിയ ശ്രീരാമരൂപം പത്മമിട്ടതിന് ശേഷമാണ് അതിനു മുന്നിലായി പൂജകൾ നടന്നത്. കേശവാധൃത ശശിനി കളങ്ക കലേവ നിമഗ്ന. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമന്റെ ബാലരൂപമായ ഭഗവാൻ രാംലല്ല വിരാട്മാന്റെ സാന്നിധ്യം കുടികൊള്ളുന്ന വിഗ്രഹത്തിലാണ് പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ചത്. വൈഷ്ണവ പ്രധാനമായ സാളഗ്രാമ പൂജയും നടന്നു. പൊയിൽ കാർത്യായനിയമ്മയുടെ ഇളയ മകൻ ബാബു നമ്പ്യാരും ഭാര്യയും ശ്രീരാമപൂജയുടെ യജമാന സ്ഥാനം അലങ്കരിച്ചു. കൃഷ്ണ കാശി വിശ്വനാഥ പൂജയ്ക്കും ശ്രീരാമ പൂജയ്ക്കും ശേഷം ഗംഗാ ആരതി നടന്നു. കണ്ണൂരിൽ ആദ്യമായി നടന്ന ഗംഗാ ആരതി. ഗംഗാനദിയെ മാതാവായും പാപമോചകയായും കണക്കാക്കി നടത്തുന്ന വിശിഷ്ട ആരാധനയാണ് ഗംഗാ ആരതി. ഗംഗാ ആരതി ഭക്തിയുടെയും ഐക്യത്തിൻ്റെയും ആകർഷകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ശ്രീ മഹേശ്വരൻ്റെ ശിരസിലാണ് ശിവഗംഗ. സർവവ്യാപിയായ മഹേശ്വരൻ്റെ സർവവ്യാപിയായ മഹാഗംഗ. ഗംഗാദേവി സകലത്തിലും കുടികൊള്ളുന്നു. ആ ഗംഗാദേവിക്കുള്ള അർച്ചനയായിട്ടാണ് കണ്ണപുരം മാണിക്യം തറവാട്ടിൽ ഗംഗാ ആരതി നടന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഗംഗാ ആരതി നടത്തുന്ന സത്യം മിശ്രയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഗംഗാ ആരതി നടത്തിയത്.
ഗംഗാ ആരതിക്ക് ശേഷം പ്രഹ്ലാദ ചരിതം കഥകളി അരങ്ങേറി. പ്രഹ്ലാദൻ്റെ ഗുരുകുല വിദ്യാഭ്യാസ കാലം മുതൽ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നത് വരെയുള്ള സംഭവ ബഹുലമായ കഥയാണ് പ്രഹ്ലാദ ചരിതം. കലാമണ്ഡലം ഹരിനാരായണനും സംഘവുമാണ് പ്രഹ്ലാദ ചരിതം കഥകളി അവതരിപ്പിച്ചത്. രണ്ടാം ദിവസം രാവിലെ സുദർശന ഹോമത്തോടെയും സുഹൃത ഹോമത്തോടെയുമാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് തിരുപ്പതി അർച്ചക സ്വാമിമാരുടെ കാർമ്മികത്വത്തിൽ തിരുപ്പതി കല്യാണ ഉത്സവം. തിരുപ്പതി ക്ഷേത്രത്തിൽ നിത്യവും നടക്കുന്ന കല്യാണ ഉത്സവത്തിൻ്റെ പുനരാവിഷ്കാരം. കേരളത്തിൽ ആദ്യമായാണ് തിരുപ്പതി വെങ്കിടാചലപതിയുടെ ഈ മഹാപൂജ നടക്കുന്നത്. ആനന്ദനിലയം, കലിയുഗ വൈകുണ്ഠം, സപ്തഗിരി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം. ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകാനാണ് കല്യാണ ഉത്സവം.
വൈകാനസ ആഗമ ആചാരപ്രകാരം പഞ്ചമൂർത്തി പൂജയോടെയാണ് കല്യാണ ഉത്സവം ആരംഭിക്കുന്നത്. പരിപാലനത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, പ്രപഞ്ച നിയന്ത്രണം നടത്തുന്ന മോക്ഷത്തിൻ്റെ ദൈവമാണ് തിരുപ്പതി വെങ്കടേശ്വരൻ. ശ്രീ വെങ്കടേശ്വരൻ പത്നി സമേതം ദർശനം നൽകുന്ന മഹത്തായ ചടങ്ങാണ് തിരുപ്പതി കല്യാണ ഉത്സവം. തിരുപ്പതി തിരുമല ദേവസ്വം ആസ്ഥാന കൃഷ്ണ യജുർവേദ പണ്ഡിറ്റ് സാമവേദം രവിശാസ്ത്രി, ഗുരുജി ബ്രഹ്മശ്രീ ഡോക്ടർ ജയശങ്കർ സിസ്റ്റല, തിരുപ്പതി ക്ഷേത്രം പ്രധാന പൂജാരിമാരായ വേണുഗോപാല ദീക്ഷിതലു, അനന്ത ശേഷാചാര്യലു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരുപ്പതി കല്യാണ ഉത്സവ ചടങ്ങുകൾ നടന്നത്. ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുനിന്ന കല്യാണ ഉത്സവ ചടങ്ങുകൾ കാണേണ്ടതു തന്നെ. വേദജപം, സോപാന സംഗീതം, വിഷ്ണു സഹസ്രനാമ ജപം എന്നിവയും നടന്നു. കേരളത്തിലെ പ്രശസ്ത സോപാന സംഗീതജ്ഞരായ അമ്പലപ്പുഴ വിജയകുമാർ, ഗുരുവായൂർ ജ്യോതിദാസ്, ഏലൂർ ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും സോപാന സംഗീതം അരങ്ങേറി. രണ്ടാം ദിവസം വൈകുന്നേരം മഹാശ്രീചക്ര പൂജ നടന്നു. ശബരിമല തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരര് മഹേഷ് മോഹനര് കാർമ്മികത്വം വഹിച്ചു. ശ്രീചക്രം പൂജിക്കുമ്പോൾ ആദിപരാശക്തിയായ ലളിതാദേവിയെയും ശിവശക്തി ചൈതന്യത്തെയും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഈ പ്രപഞ്ചത്തെ ആകെയും പൂജിക്കുന്ന ഫലമാണ് ലഭിക്കുന്നത്. ശ്രീചക്രത്തിൻ്റെ മധ്യത്തിലുള്ള ബിന്ദു ശിവൻ്റെയും ശക്തിയുടെയും പ്രപഞ്ച ആത്മീയ ഐക്യത്തിൻ്റെയും പ്രതീകാത്മക പ്രതിനിധാനമാണ്. ശ്രീചക്രത്തിൻ്റെ ശക്തിക്ക് പുറമെ അത് എണ്ണമറ്റ ദേവതകളെയും ഉൾക്കൊള്ളുകയും മുഴുവൻ സൃഷ്ടികളെയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. മഹാശ്രീചക്ര പൂജയോടൊപ്പം ഭരതനാട്യം, സോപാന സംഗീതം, സമൂഹ ലളിതാ സഹസ്രനാമ അർച്ചന എന്നിവയും നടന്നു. അഷ്ടാവിംശതി തമേ കലിയുഗേ പ്രഥമപാദേ ജംബുദ്വീപേ
ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോ ദക്ഷിണ പാർശ്വേ ശാലീവാഹന. കുറ്റ്യാട്ടൂർ ശ്രീ ശങ്കര വിദ്യാനികേതനിലെ കുമാരി ലക്ഷ്മി നന്ദ വിനിൽ ഭരതനാട്യം അവതരിപ്പിച്ചു. പ്രശസ്ത സംഗീതജ്ഞരായ ടി.എസ്. രാധാകൃഷ്ണൻ, ചിത്ര അരുൺ, ശങ്കർ വിനായക് എന്നിവർ സംഗീതാർച്ചന നടത്തി. സോപാന സംഗീതവും ഉണ്ടായിരുന്നു. ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സമൂഹ ലളിതാ സഹസ്രനാമ അർച്ചന നടന്നു. തുടർന്ന് ഗംഗാ ആരതി നടന്നു. മൂന്നാം നാളിലാണ് 12 തന്ത്രിമാരും ആചാര്യന്മാരും ചേർന്ന് നടത്തിയ മഹാപൂജകൾ നടന്നത്. രാവിലെ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമം, സുഹൃത ഹോമം, നവഗ്രഹ പൂജ എന്നിവയ്ക്ക് ശേഷമാണ് മഹാപൂജകൾ നടന്നത്. നമ ശിവായ 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 ശിവായ നമ 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 ശിവായ. പത്മനാഭസ്വാമി പൂജയ്ക്ക് തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂരപ്പൻ പൂജ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. മൂകാംബിക ദേവി പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചത് മൂകാംബിക ക്ഷേത്രം തന്ത്രി സുബ്രഹ്മണ്യ അടികയാണ്. മുൻ ബദരീനാഥ് ക്ഷേത്രം റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരി ബദരീശ പൂജ ചെയ്തു. അയോധ്യ പൂജയ്ക്ക് അയോധ്യ ശ്രീരാമക്ഷേത്രം മുഖ്യ പൂജാരി സന്തോഷ് തിവാരിജി കാർമ്മികത്വം വഹിച്ചു. കാശി വിശ്വനാഥ പൂജ കാശി വിശ്വനാഥ ക്ഷേത്രം മുഖ്യ പൂജാരി ആചാര്യ ശ്രീകാന്ത് മിശ്രയുടെ കാർമ്മികത്വത്തിൽ നടന്നു. വെങ്കടാചലപതി പൂജ ജയശങ്കർ സിസ്റ്റല തിരുപ്പതിയും തിരുപ്പതി തിരുമല ദേവസ്വം ആസ്ഥാന കൃഷ്ണ യജുർവേദ പണ്ഡിറ്റ് സാമവേദം രവിശാസ്ത്രിയും ചേർന്ന് നിർവഹിച്ചു. ശബരിമല തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരാണ് അയ്യപ്പ പൂജ ചെയ്തത്. ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാജരാജേശ്വര പൂജ നടന്നു. ചോറ്റാനിക്കര ദേവി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ അനിയൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ചോറ്റാനിക്കര ദേവി പൂജ നടന്നു. ചെട്ടികുളങ്ങര ക്ഷേത്രം മുൻ മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരിയാണ് ചെറുകുന്നിലമ്മ പൂജ ചെയ്തത്.
കൂപ്പിക്കൊള്ളുന്നേ സമസ്ത അപരാധവും ക്ഷമിച്ചു കൊണ്ടകത്തുള്ളൊരിരുട്ടിനെ അകറ്റുവാൻ ഇതാ കൂപ്പിക്കൊള്ളുന്നേ. മഹാപൂജകൾക്ക് മധ്യേ യതിപൂജ നടന്നു. വാരണാസിയിലെ ജുനാ അഖാഡ മഹാമണ്ഡലേശ്വർ ശ്രീ ശ്രീ ആനന്ദവനം ഭാരതി മഹാരാജിൻ്റെ സാന്നിധ്യം യതിപൂജയെ ശ്രദ്ധേയമാക്കി. സദാ വാഴ്ത്തിക്കൊള്ളുന്നേ മഹാപഞ്ചാക്ഷരാധീശ ഇതാ കൂപ്പിക്കൊള്ളുന്നേ മഹാമായ ഭഗവതി പ്രിയാ നിന്നെ കൊള്ളുന്നേ ദേവാ നിന്നെ കൊള്ളുന്നേ മഹാദേവാ നിന്നെ കൊള്ളുന്നേ നമ ശിവായ നമ ശിവായ നമ ശിവായ. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30ഓളം സന്യാസി ശ്രേഷ്ഠന്മാരാണ് യതിപൂജയിൽ പങ്കെടുത്തത്. നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ സന്യാസിമാരെയും ഗുരുക്കന്മാരെയും ആദരപൂർവം കാൽ കഴുകി പൂജാപുഷ്പങ്ങൾ അർപ്പിച്ച് കർപ്പൂരാരാധന ചെയ്ത് വസ്ത്രങ്ങൾ, ദക്ഷിണ, ഭോജനം നൽകി അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അനുഗ്രഹം തേടുന്ന മഹത്തായ പൂജയാണ് യതിപൂജ. ഇതാ കൂപ്പിക്കൊള്ളുന്നേ സമസ്ത അപരാധവും ക്ഷമിച്ചു കൊണ്ടകത്തുള്ളൊരിരുട്ടിനെ അകറ്റുവാൻ ഇതാ കൂപ്പിക്കൊള്ളുന്നേ ഹരേ ദേവ മഹാദേവ സദാശിവ തൃശൂർ ബ്രഹ്മസ്വമഠം വേദപാഠശാലയിലെ വടക്കുംപാട് പശുപതി നമ്പൂതിരിയുടെയും ഒറവങ്കര ദാമോദരൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ വേദജപം നടന്നു. നാഗലശ്ശേരി ഹരീഷ്, കുരളിപ്പുറം നാരായണൻ നമ്പൂതിരി, ജിഷ്ണു കല്ലാറ്റ്, ഹരിഗോവിന്ദ് എന്നിവർ ചേർന്നാണ് പൂജകൾക്ക് പത്മമിട്ടത്. ഭഗവതി പ്രിയാ നിന്നെ കൊള്ളുന്നേ ദേവാ നിന്നെ കൊള്ളുന്നേ മഹാദേവാ നിന്നെ കൊള്ളുന്നേ നമ ശിവായ 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 നമ ശിവായ. ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി എഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരി, മാതാജി, ജ്ഞാനാപനിഷ്ഠ, മണികണ്ഠൻ എന്നിവർ പൂജാ ചടങ്ങുകളുടെ ഏകോപനം നിർവഹിച്ചു. രമേശൻ നമ്പ്യാർ സർവാത്മനം ഇതിന്റെ എല്ലാവിധ കോർഡിനേഷനും നടത്തി യജമാനായി പരിലസിക്കുന്നു. സർവദേവതാ ഗണങ്ങളും സാന്നിധ്യം ചെയ്തിരിക്കുന്ന അതിധന്യമായിരിക്കുന്ന മുഹൂർത്തം. തുടർന്ന് നടന്ന ആദരസഭയിൽ വിശിഷ്ട വ്യക്തികളെയും തന്ത്രിമാരെയും ആദരിച്ചു. വിഹിതവഹീത്ര ചരിത്രമഖേദം വിഹിതവഹീത്ര ചരിത്രമഖേദം കേശവാധൃത മീനശരീര വിഹിതവഹീത്ര ചരിത്രമഖേദം
ശ്രീ ശങ്കരാചാര്യ ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രവും കണ്ണൂർ മീഡിയയും ഏർപ്പെടുത്തിയ പ്രഥമ കർമ്മശ്രേഷ്ഠ പുരസ്കാര പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററും ടാറ്റ ഗ്രൂപ്പ് പ്രസിഡന്റും ഗ്ലോബൽ ഹെഡുമായ ഡോക്ടർ രമേശ് നമ്പ്യാരെയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. പുരസ്കാര ജേതാവിനെ മഹാമണ്ഡലേശ്വർ ശ്രീ ആനന്ദവനം ഭാരതി മഹാരാജ്, കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എന്നിവർ പൊന്നാട അണിയിച്ചു. പൊയിൽ കാർത്യായനിയമ്മയുടെ മക്കളായ ഡോക്ടർ രമേശ് നമ്പ്യാർ, മധുസൂദനൻ നമ്പ്യാർ, മുരളീധരൻ നമ്പ്യാർ, രതീഷ് നമ്പ്യാർ, ബാബു നമ്പ്യാർ എന്നിവർ നേതൃത്വം നൽകി. പൊയിൽ കാർത്യായനിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, മുൻ മന്ത്രി ഇ പി ജയരാജൻ, എം വിജിൻ MLA, BJP ദേശീയ സമിതി അംഗം സി രഘുനാഥ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ, സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്, ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ, ജനതാദൾ സംസ്ഥാന സെക്രട്ടറി പി ദിവാകരൻ, ഡൽഹിയിലെ പണിക്കേഴ്സ് ട്രാവൽ ചെയർമാൻ ബാബു പണിക്കർ, ഡൽഹി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് രഘുനാഥ്, ബംഗളൂരുവിലെ പടിക്കൽ ട്രാവൽസ് MD മനോജ് പടിക്കൽ, വ്യവസായികളായ മനോജ് ഗോവിന്ദ്, MD പ്രകാശൻ, CK സദാനന്ദൻ, ജീജ ചന്ദ്രൻ, പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ PC നമ്പ്യാർ, കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ KH സുബ്രഹ്മണ്യൻ, ചലച്ചിത്ര താരങ്ങളായ അനുശ്രീ, മാളവിക, അതിഥി രവി തുടങ്ങിയവർ എത്തിയിരുന്നു. ശ്രാദ്ധ ചടങ്ങുകളോടനുബന്ധിച്ച് വസ്ത്രദാനം, അന്നദാനം എന്നിവയും നടന്നു. 3 ദിവസവും വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. ജയ ജഗദീ ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel near Kannur Airport, Mattannur.